മനുഷ്യപുത്രന് പാപങ്ങൾ പോലും മോചിക്കാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അതായത് ഞാൻ ദൈവമാണ്, എനിക്ക് പാപങ്ങൾ മോചിക്കാൻ അധികാരമുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ, ഈശോ ചെയ്യുമ്പോൾ അവർ തന്നെ പറയും, ചേട്ടാ പാപങ്ങൾ മോചിക്കാൻ ആർക്കാ കഴിവുള്ളത് അല്ലെങ്കിൽ അധികാരമുള്ളത്? അത് ദൈവത്തിനല്ലേ ഉള്ളൂ. ഇവനെങ്ങനെയാണ് ഈ പാപം മോചിക്കുന്നത്? അവരോട് പറഞ്ഞത്രേ ഉള്ളൂ, പറയാതെ പറഞ്ഞത്, മക്കളെ ഞാൻ തന്നെയാണ് പാപം മോചിക്കുന്നവൻ. ശാലോം ടെലിവിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പരിചിന്തന വിഷയം ഈശോയുടെ അത്ഭുതങ്ങളാണ്. ഈശോയുടെ അത്ഭുതങ്ങൾ എന്തിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ? ആ അത്ഭുതങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണോ, അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണോ, അതോ അതിന് വേറെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഇതേക്കുറിച്ച് 2 വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളെ ഞാൻ വായിക്കുകയാണ്. ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 25-ാം വാക്യമാണ്. യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഒരു പരാമർശം. രണ്ടാമത്തെ പരാമർശം 20-ാം അധ്യായം 30-ാം വാക്യമാണ്. 30-ഉം 31 വാക്യങ്ങൾ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകുന്നതിനും വേണ്ടിയാണ്. 3 കൊല്ലമേ ഈശോ ശരിക്കും പരസ്യ ജീവിതം നയിച്ചുള്ളൂ എങ്കിലും അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ മറ്റുള്ളവർക്ക് മാതൃകയാകത്തക്ക രീതിയിൽ ജീവിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി എഴുതി വെക്കണമായിരുന്നെങ്കിൽ ഈ ലോകം മുഴുവൻ തന്നെ, ഇതിലെ പുസ്തകങ്ങൾ മുഴുവൻ പോരായിരുന്നു. പക്ഷെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? കൃത്യം പറയുകയാണ്, ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിന്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകുന്നതിനും വേണ്ടിയാണ്. ജീവനുണ്ടാകുന്നതിനും വേണ്ടി. ജീവൻ എന്ന് പറഞ്ഞ് ഏത് തരത്തിലുള്ള ജീവനാണ്? അത് ദൈവികമായ ജീവനെക്കുറിച്ചായി പറയുന്നത്, കേവലം ഒരു ശാരീരികമായിട്ടുള്ള ജീവനല്ല. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. യേശു എന്ന് പറയുന്നത് ആരാണ്? അവിടെ നസ്രത്തിൽ, ബേത്ലഹേമിൽ ജനിച്ച് നസ്രത്തിൽ ജീവിച്ച യോസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും മകനെന്ന് അറിയപ്പെട്ട മനുഷ്യൻ. യഥാർത്ഥത്തിൽ അവരുടെ മകനല്ല, ദൈവപുത്രനാണ്. പക്ഷേ അങ്ങനെയാണ് അവരറിയപ്പെടുന്നത്, അവിടെ അറിയപ്പെടുന്നത്. ഒരാശാരിയുടെ മകൻ. ഈ മകനെ അവരത്രയും കാലം പ്രതീക്ഷിച്ചിരുന്ന, വലിയ ചക്രവർത്തി അല്ല രാജാവായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു രക്ഷകനായി സ്വീകരിക്കാൻ മിശിഹ, ക്രിസ്തുവാണെന്ന് പറഞ്ഞ അർത്ഥം, ക്രിസ്തോസ് എന്ന് പറയുന്നത് ഗ്രീക്ക് വാക്കിൽ നിന്നാണ്, അഭിഷിക്തൻ എന്നാണ്. അത് സുറിയാനി ഭാഷയിലേക്ക് വരുമ്പോൾ നമ്മൾ മിശിഹ എന്ന് പറയും. അപ്പോൾ ആ മിശിഹ എന്ന് പറഞ്ഞാലും ക്രിസ്തു എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ് അർത്ഥം. അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തി. അഭിഷേകം എന്ത് വസ്തുവിനാലാണ് അഭിഷേകം ചെയ്യപ്പെടുന്നത്? പുരാതന കാലത്ത് രാജാക്കന്മാരെയൊക്കെ അഭിഷേകം ചെയ്തിരുന്നത് വിശുദ്ധ തൈലം കൊണ്ടാണ്. ഒലിവെണ്ണയിൽ നിന്നൊക്കെ പലതരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ആ എണ്ണ ഉപയോഗിച്ചാണ് അവരെ അഭിഷേകം ചെയ്തിരുന്നത്. അവരുടെ തലയിലൊക്കെ ഒഴിക്കുകയായിരുന്നു. അങ്ങനെയുള്ള അഭിഷിക്തനായ ഒരു വ്യക്തി. ഈ അഭിഷിക്തൻ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്. ആ അഭിഷിക്തൻ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്നു, അല്ലെങ്കിൽ മിശിഹ എന്ന് വിളിക്കപ്പെടുന്നു. മെസ്സയ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയും. വരാനിരിക്കുന്ന രക്ഷകൻ നമ്മൾ പറയും. ഈ നസ്രത്തിൽ ജീവിച്ച ആശാരിയുടെ മകനെന്നറിയപ്പെട്ട യേശു. ഈ യേശു യഥാർത്ഥത്തിൽ ദൈവപുത്രനായ ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ പുത്രനാണ്, അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്, രക്ഷകനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന വഴി എന്താണ്? നിങ്ങൾക്ക് ജീവനുണ്ടാകണം. ഇതിനു വേണ്ടിയിട്ടാണ് അത്ഭുതങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. എല്ലാ സുവിശേഷങ്ങളിലും ഒരുപോലെയല്ല. ചില അത്ഭുതങ്ങൾ പറഞ്ഞിട്ടില്ല, ചില അത്ഭുതങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. പൊതുവെ കുറേ എണ്ണം പൊതുവായിരിക്കും, കുറച്ചെണ്ണം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അവരവർ എന്താണോ എഴുതാൻ ഉദ്ദേശിച്ചത് അതിന് അനുകൂലമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള സംഭവങ്ങൾ അവർ
എടുത്തു വെച്ച് കാണും, അത്രയേ ഉള്ളൂ. ഒന്നാമത്തെ അത്ഭുതമായിട്ട് പറയുന്നത് എന്താണ്? കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയതിനെക്കുറിച്ചാണ്. അതിനു മുമ്പ് കുറേ കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ യേശു ജനിച്ച സ്ഥലം, അല്ലെങ്കിൽ ഈജിപ്തിലേക്കുള്ള പലായനം, നസ്രത്തിൽ വന്ന് ജീവിച്ചത്, പിന്നീട് ജ്ഞാനസ്നാനത്തിനായിട്ട് യോർദാൻ നദിയിൽ പോകുന്നത്, അതിനുശേഷം പിശാചിൻ്റെ പരീക്ഷണം, ഇതെല്ലാം യഥാർത്ഥത്തിൽ ഈ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് ഇസ്രായേൽക്കാർക്കുണ്ടായിരുന്ന വിശ്വാസം അല്ലെങ്കിൽ സങ്കല്പത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് പറയാം. അവരുടെ സങ്കല്പത്തിലുള്ള, അല്ലെങ്കിൽ അവർ മിശിഹായെക്കുറിച്ച് സങ്കല്പിച്ചതെല്ലാം ഇവൻ്റെ ജീവിതത്തിൽ പ്രായോഗികമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവൻ രക്ഷകനാണെന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് യോർദാൻ നദിയിൽ മാമോദിസ സ്വീകരിക്കുന്നു. എന്തുകൊണ്ടാണ് യോർദാൻ നദിയിൽ മാമോദിസ സ്വീകരിക്കുന്നത്? വേറെ എവിടെയെങ്കിലും പോകാൻ പാടില്ല. നസ്രത്തും യോർദാൻ തമ്മിൽ ഒരുപാട് അകലമുണ്ട്. നസ്രത്ത് ഗലീലിയയിലാണ്, യോർദാൻ ഇങ്ങ് ജൂദയായിലാണ്, കുറേ അകലമുണ്ട്, 150 കിലോമീറ്റർ അകലമുണ്ട്. അവിടെ വരാൻ കാരണം രക്ഷകൻ വരുമ്പോൾ ആദ്യമായിട്ട് യോർദാൻ നദിയിൽ പ്രത്യക്ഷപ്പെടുമെന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസം. അതുകൊണ്ട് അതിലൂടെ തെളിയിക്കുകയാണ് ദൈവം തന്നെയാണ് വരാനിരിക്കുന്ന രക്ഷകൻ. പിന്നീട് പിശാച് പ്രലോഭിപ്പിക്കുന്നുണ്ട് മരുഭൂമിയിൽ. അവിടെ എന്താണ് പറയുന്നത്? കല്ലുകളോട് അപ്പമാകാൻ പറയുക. എന്തിനാണ് ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുന്നത്? രക്ഷകൻ വരുമ്പോൾ അപ്പത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകും. രക്ഷകൻ വരുമ്പോൾ അപ്പത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകും. അതുകൊണ്ട് നീ ഇങ്ങനെ ഈ കല്ലുകളെ അപ്പമാക്കുകയാണെങ്കിൽ ആളുകൾ പെട്ടെന്ന് വിശ്വസിച്ചോളും നീ തന്നെയാണ് രക്ഷകൻ. ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമുക്കറിയാം, പിന്നീട് 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തരാക്കിയപ്പോൾ ഈശോയെ രാജാവാക്കാൻ അവർ പിടിക്കാൻ വരുന്നുണ്ട്. പക്ഷേ രാജാവാകാൻ നിന്നുകൊടുത്തില്ല. എന്തുകൊണ്ടാണ് അവർ രാജാവാക്കാൻ വരുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. അവരുടെ വിശ്വാസമനുസരിച്ച് 5000 പേർക്ക്, 5000 പേരായിരിക്കുകയില്ല, കാരണം 5000 പുരുഷന്മാരെന്നാണ് പറയുന്നത്, ഒരത്രയും, അല്ലെങ്കിൽ ഒരു 6000 സ്ത്രീകളെ കൂടെ കൂട്ടിക്കോളുക, പിന്നെ കുറേ പിള്ളേരും, എല്ലാവരും കൂടെ എങ്ങനെ പോയാലും ഒരു 10, 13,000, 14,000 പേരുണ്ടാവും. ഇത്രയും പേരെ തീറ്റി തൃപ്തിപ്പെടുത്തി. അപ്പോൾ ഇവൻ തീർച്ചയായിട്ടും ഇങ്ങനെ അവർ വിശ്വസിക്കുന്ന ആ ക്രിസ്തു രക്ഷകൻ തന്നെയാണ്, അതുകൊണ്ട് അവനെ ആക്കുക എന്നും ഇതുപോലെ അപ്പം കിട്ടുമല്ലോ. നമ്മളപ്പോൾ ചോദിക്കരുത്, ഈ 10, 13,000 പേർക്ക് വിളമ്പാനായിട്ട് ഈശോ ഉൾപ്പെടെ 13 പേര് മതിയോ? മാത്രമല്ല, എത്ര സമയമെടുക്കും? ഇവർക്കെല്ലാം ഇരിക്കണമെങ്കിൽ എന്തോരം സ്ഥലം വേണം? നടക്കുന്ന കാര്യമാണിതെല്ലാം. ഈ അത്ഭുതത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് ഒരു എത്തും പിടുത്തവും കിട്ടുകയില്ല. അത് അവിടെ പറയുന്നതിൻ്റെ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ മനസ്സ് പുണ്ണാക്കാൻ വേണ്ടിയിട്ടല്ല. ഇവൻ തന്നെയാണ് അപ്പത്തിൻ്റെ സമൃദ്ധി കൊടുക്കുന്ന, ഇവൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ദൈവപുത്രനായ മിശിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രലോഭനം എന്തായിരുന്നു അവിടെ? രണ്ടാമത്തെ പ്രലോഭനം ഗോപുരത്തിൻ്റെ മുകളിൽ നിന്നെടുത്ത് ചാടാൻ പറഞ്ഞു. രക്ഷകൻ വരുമ്പോൾ യെരൂശലേം ദൈവാലയത്തിൻ്റെ മധ്യത്തിലേക്ക് ഇങ്ങനെ അത്ഭുതകരമായി എടുത്തു ചാടി ഒരു മജീഷ്യനെ പോലെ വരുന്ന വ്യക്തിയായിരിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ പിശാച് പറയുന്നത്, നീ അങ്ങനെ കാണിച്ചു കൊടുക്ക്, അപ്പോൾ നിന്നെ എല്ലാവരും വിശ്വസിച്ചാലും പെട്ടെന്ന് തന്നെ, നീ ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ ഈശോ പറഞ്ഞു, വെറുതെ ചുമ്മാ മനുഷ്യനെ ദൈവത്തെ പരീക്ഷിക്കരുത്. ഞാൻ മനുഷ്യനാണ്, ദൈവമാണ് സത്യമാണ്, പക്ഷേ മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ശരീരവും കാലും കൈയും ഒക്കെ ഉണ്ട്. ദൈവാലയത്തിൻ്റെ മുകളിൽ നിർത്തിയാടെ കാലൊടിയും, വേറൊന്നുമല്ല, ചിലപ്പോൾ ജീവൻ പോലും പോകും. അതുകൊണ്ട് നീ എന്നെ പരീക്ഷിക്കാൻ നിൽക്കരുത്. അതൊന്നും അല്ല ഇവിടെ എൻ്റെ ദൗത്യം. എനിക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട് എൻ്റെ പിതാവിൽ നിന്ന്, അതനുസരിച്ചാണ് ഞാൻ രക്ഷകനാണെന്ന് ആളുകൾ മനസ്സിലാക്കേണ്ടത്. അത് പിന്നീട് എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് അവരോട് പറയും. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അവരിങ്ങനെ ഈശോയുടെ മരണത്തിന് ശേഷം, ഉയർത്തെഴുന്നേറ്റിട്ടില്ല, മരണത്തിന് ശേഷം അവർ നിരാശരായിട്ട് പോവുകയാണ്. എന്താണ്? 3 ദിവസമായി ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ വിചാരിച്ച അവൻ ഉയർത്തെഴുന്നേൽക്കും, ഞങ്ങളെയൊക്കെ റോമാക്കാരുടെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ നോക്കിയിരിക്കുന്നില്ല, കാരണം നോക്കിയിരുന്ന വീട് പട്ടിണിയാവും. അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഈശോ അവരുടെ കൂടി ചോദിച്ചു, എന്തായി പറഞ്ഞുകൊണ്ട് പോകുന്നത്? നീ മാത്രം ഇവിടെ ഒരു അപരിചിതനാണോ? ഈ ഈ കാര്യങ്ങളൊന്നും നീ കേട്ടില്ലേ? ഏത് കാര്യം? ഇങ്ങനെ ഒരു യേശുവിനെക്കുറിച്ച്. പിന്നെ അവരങ്ങനെ ഓരോ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സങ്കടത്തോടു കൂടി അവർ പറയുകയാണ്, ഭോഷന്മാരെ,
നിങ്ങൾ ഇത്രയും കാലം ബൈബിൾ വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ലേ? ബുദ്ധി മന്ദീഭവിച്ചവരെ ക്രിസ്തു വരുമ്പോൾ, രക്ഷകൻ വരുമ്പോൾ ഇങ്ങനെ സഹിച്ചു വേണ്ടായിരുന്നോ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ? അതെന്തേ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയത്? എന്നിട്ട് അവസാനം അവൻ അവരുടെ കൂടെ വൈകുന്നേരം വീട്ടിൽ കയറി അപ്പം മുറിച്ച് കൊടുത്തപ്പോൾ അവർക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ തക്കവിധം അവരുടെ മനസ്സ് തുറന്നു എന്നാണ് പറയുന്നത്. അതായത് കർത്താവിൻ്റെ ഈ സഹനം, ആ സ്വയം മുറിച്ചു കൊടുക്കലിലാണ് അവർക്ക് ഈശോയെ തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ചെകുത്താൻ പറയുന്നത് എന്താണ്? നീ ഇങ്ങനെ അത്ഭുതം കാണിച്ച് രക്ഷകനാണെന്ന് തെളിയിക്കാനായി പറയുന്നത്. ഈശോ പറഞ്ഞത് വേണ്ട. അപ്പോൾ മൂന്നാമത്തെ പരീക്ഷണം എന്താണ്? ഈ ഒരു മലയെ കൊണ്ടുപോയിട്ട് ഈ ലോകത്തിലെ സകല സമ്പന്നതയും കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു മലയുണ്ടോ? ഏത് മലയൊക്കെ നിന്നാലും ഈ ലോകത്തിന് മുഴുവൻ സമ്പത്ത് കാണാൻ പറ്റുന്നത്? അപ്പോൾ നമ്മളങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഉന്നയിച്ചിട്ട് കാര്യമില്ല. അതല്ല അതിൻ്റെ ഉദ്ദേശം, ചോദ്യം ചോദിക്കാനുമല്ല. ഏതായാലും അപ്പോൾ എല്ലാം എനിക്ക് അധീനപ്പെട്ടതാണ്, അതുകൊണ്ട് എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ്, ഇതെല്ലാം നിനക്ക് കിട്ടും. അപ്പോഴാണ് പറയുന്നത്, നീ എന്നെ പരീക്ഷിക്കരുത്. മനുഷ്യൻ സ്വത്തുകൊണ്ട്, അപ്പം കൊണ്ട് മാത്രമല്ല, അതാദ്യം പറഞ്ഞതാണ്, ജീവിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്. അപ്പം ആക്കാൻ പറഞ്ഞപ്പോൾ അതാ പറഞ്ഞത്. അത് പഴയ നിയമത്തിൽ നിന്നുള്ളതാണ്, പുതിയ കാര്യമൊന്നും പറഞ്ഞതൊന്നുമല്ല. ഇവിടെ ഈ സർവ്വസമ്പത്തും തരാമെന്ന് പറഞ്ഞപ്പം ഈശോ വീണ്ടും പറഞ്ഞു, നീ ദൈവമായ കർത്താവിനെ പരീക്ഷയ്ക്ക് നടക്കുന്നു, പൊക്കോളാൻ പറഞ്ഞു, എൻ്റെ അടുത്തതൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ ഈ സർവ്വസമ്പത്തും എന്ന് പറയുന്നത് എന്താണ്? സർവ്വസമ്പത്തും എന്ന് പറയുന്നത് ഈ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന 666 യാതൊരു തരത്തിലുള്ള ദൈവികമായ ചൈതന്യവുമില്ലാത്ത, ആത്മീയമായ ഒന്നുമില്ലാത്തൊരു മനുഷ്യനായി നീ മാറുകയാണെങ്കിൽ ഇതെല്ലാം നിനക്ക് തരാമെന്നാണ് ഈ പറയുന്നത്. അത് സാധിക്കുമോ? സാധിക്കുകയില്ല. മനുഷ്യനെ ദൈവമാക്കാൻ വന്ന, ദൈവികരാക്കാൻ വന്ന രക്ഷകനോട് പറയുന്നതാണ്, നീ ഇതെല്ലാം ഉപേക്ഷിക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ വന്നാൽ ഇതെല്ലാം തരാമെന്ന്. ഒരുപക്ഷെ നമ്മളാണെങ്കിൽ പോയെന്ന് വരും. നമ്മൾ ഇപ്രകാരം ഈ യാതൊരു തരത്തിലുള്ള ദൈവികതയുമില്ലാത്ത വെറും ഭൗതികർ, മുമ്പൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 666 കഥയൊക്കെ. അതായത് 6 പറയുന്നത് ഭൗതികതയാണെന്നും അത് 3 പ്രാവശ്യം ആവർത്തിച്ചാൽ ഭൗതികത പൂർണ്ണതയാണെന്നുമൊക്കെ. അപ്പോൾ അങ്ങനെ ഈശോയോട് ഈ പിശാച് പറയുന്നത് എന്താണ്? നീ 666 ആവുകയാണെങ്കിൽ ഇതെല്ലാം നിനക്ക് തരാം. നിർഭാഗ്യവശാൽ നമ്മൾ ചിലരൊക്കെ വീണു പോയെന്ന് വരാം അങ്ങനെ പറയുമ്പോൾ. കർത്താവ് അതിനെല്ലാം അതിജീവിച്ചു. പക്ഷേ അതിജീവനം എളുപ്പമൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഈ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. കാനായിലെ കല്യാണ വിരുന്നിലാണെങ്കിൽ പോലും, പിന്നീട് നമുക്കതേക്കുറിച്ച് വീണ്ടും പരിചരണം നടത്താം, കൂടുതൽ പറയേണ്ടി വരും. അതെല്ലാം എന്തിനാണ്? ഈ 6 വലിയ കൽപ്പരണി നിറച്ച് വീഞ്ഞുണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത്രയും പേര് നേരം കുടിക്കാൻ കാണില്ല, അവർക്ക് കുളിക്കാൻ വേണം അതിനകത്ത്, അത്രയും വീഞ്ഞുണ്ടായി. അപ്പോൾ ഇതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, രക്ഷകൻ വരുമ്പോൾ വീഞ്ഞിൻ്റെ സമൃദ്ധി ഉണ്ടാകും. അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ നമ്മൾ ഈശോയുടെ ഓരോ അത്ഭുതത്തെ എടുത്ത് നോക്കുക. അപ്പോൾ ഈ അത്ഭുതത്തിൻ്റെ എല്ലാം പിന്നിൽ ചില പശ്ചാത്തലങ്ങളുണ്ടെന്ന് മനസ്സിലാകും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പന്നിക്കൂട്ടത്തിലേക്ക് പോകാൻ പറയുന്ന പിശാചുക്കളുടെ കഥ നമുക്കറിയാം. ഈശോ ഒരിടത്ത് ചെന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പിശാച് ബാധിതൻ വന്നു, അവനോട് പുറത്തു പോകാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എന്നെ അങ്ങോട്ട് അങ്ങനെ വിടരുത്, അവിടെ ഒരു പന്നിക്കൂട്ടമുണ്ട്, ആ കൂട്ടത്തിലേക്ക് പൊക്കോളാനായിട്ട് എന്നോടൊന്ന് പറഞ്ഞാൽ മതി. പൊക്കോളാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ആ പന്നികളുടെ എണ്ണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ്ട് 2000 പന്നികളുണ്ടായിരുന്നു. അതെല്ലാം പോയിട്ട് കിഴക്കാന്തൂക്കായ പാറയിൽ നിന്ന് എടുത്ത് ചാടി കടലിലേക്ക് ചാടി എല്ലാവരും ചത്തുപോയി. എന്തുമാത്രം നഷ്ടമാണ്. നമുക്ക് വേണേൽ അതേക്കുറിച്ച് പറയാം. 2000 പന്നി, ഒരു പന്നിക്ക് ഒരു 25,000 രൂപ വെച്ച് കൂട്ടുക, രൂപ എത്ര പോയി? അങ്ങനെ വേണേൽ നമുക്ക് കണക്ക് കൂട്ടാം. അതൊന്നും അല്ല ഇതിൻ്റെ കണക്ക് കൂട്ടൽ. കാരണം എന്താണ്? അത് ആ സന്ദർഭത്തിൽ നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. പേര് ചോദിക്കുമ്പോൾ എൻ്റെ പേര് ലെഗിയോൻ, ലീജിയൻ എന്നാണ് പറയും. എന്താ ലെഗിയോൻ എന്ന് പറഞ്ഞാൽ? ലീജിയൻ എന്ന് പറയുന്നത് റോമൻ പട്ടാളത്തിലെ ഒരു റെജിമെൻ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്കുണ്ടല്ലോ ഇവിടെ മദ്രാസ് റെജിമെൻറ്റ്, ഗൂർഖ റെജിമെൻറ്റ്, അല്ലെ സിഖ് റെജിമെൻ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പട്ടാളത്തിലുണ്ട്, ഇന്ത്യൻ പട്ടാളത്തിൽ. ഇതുപോലെയുള്ള ഒരു റെജിമെൻ്റ് എന്ന് വേണേൽ കണക്കൂട്ടിയാൽ മതി. അങ്ങനെയുള്ളത് ലീജിയനാണ്. അപ്പോൾ ആ ലീജിയനിലുള്ള ഏതാണ്ട് 2000 പട്ടാളക്കാരാണ്. ഈ 2000 പട്ടാളക്കാരുടെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കുക. റോമൻ പട്ടാളം ശരിക്കും നല്ല പരിശീലനമുള്ള പട്ടാളക്കാരാണ്. റോമൻ പട്ടാളത്തിൽ 2000 പേരുണ്ട്. ഒരു ലീജിയന് വേണമെങ്കിൽ ഒരു പ്രദേശം കീഴ്പ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, ഈ 2000 പട്ടാളക്കാരുടെ ശക്തിയെ പോലും വെല്ലുവിളിക്കാൻ കഴിയുന്നവനാണിവൻ. ആ 2000 പട്ടാളക്കാരെ പോലും
ഒരൊറ്റ നിമിഷം കൊണ്ട് നശിപ്പിച്ച് കളയാൻ കഴിയുന്നവനാണ് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഇവനാണ് യഥാർത്ഥത്തിൽ രക്ഷകനെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ശരിയാണ്, ഇവൻ ആ നസറത്ത് ജീവിക്കുന്ന ആശാരിയായ യോസേപ്പിൻ്റെയും അവൻ്റെ ഭാര്യ മറിയത്തിൻ്റെയും മകനാണ്. പക്ഷേ ഈ മകൻ വെറും മകനല്ല, അവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായ മിശിഹായാണ്, രക്ഷകനാണ്. അങ്ങനെ അവനിൽ നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ച് നിങ്ങൾക്ക് ജീവനുണ്ടാകണം, ദൈവികമായിട്ടുള്ള ജീവനുണ്ടാകണമെന്നർത്ഥം. ഇതുപോലെ ഓരോ കാര്യം എടുത്ത് നോക്കുക. ഈശോയുടെ ഈ സൗഖ്യം കൊടുക്കുന്ന അത്ഭുതങ്ങളൊക്കെ എടുത്ത് നോക്കുക. അവിടെ കുളത്തിന് കിടക്കുന്ന ആ പാരലൈസ്ഡ് ആയിട്ടുള്ള രോഗി, തളർവാദ രോഗി, അവനവിടെ എത്രയോ വർഷങ്ങളായി, 3 ദശാബ്ദങ്ങൾക്ക് മേലെ അവനവിടെ കിടക്കാൻ തുടങ്ങുന്നു. ആരും അവനെ കുളത്തിലിറക്കാനില്ല. മാലാഖ വന്ന് കുളത്തിലെ വെള്ളം അല്ലെങ്കിൽ ഇളക്കുന്ന സമയത്ത് ഇറങ്ങുന്ന ഒരാൾക്കേ സൗഖ്യം കിട്ടുകയുള്ളൂ. പക്ഷേ ഈശോ ചെന്നിട്ട് പറഞ്ഞു, ഏറ്റുപൊക്കോളാൻ പറഞ്ഞു. അവനോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും വേണം, എന്താ വേണ്ടത്? പറഞ്ഞ് ഇങ്ങനെ ഏറ്റുപോകണം. അപ്പോൾ അവൻ ഏറ്റുപോയി, അത്ര തന്നെ. ചിലപ്പോൾ ഒക്കെ പറയും ഈശോ ചില കാര്യങ്ങൾ ചെയ്തിട്ട് എന്താണ്, മനുഷ്യപുത്രന് പാപങ്ങൾ പോലും മോചിക്കാൻ അധികാരമുണ്ടെന്നതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിനാണിത്, ഇതിങ്ങനെ ചെയ്യുന്നത്. അതായത് ഞാൻ ദൈവമാണ്, എനിക്ക് പാപങ്ങൾ മോചിക്കാൻ അധികാരമുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഇവനിങ്ങനെ ചെയ്യുമ്പോൾ, ഈശോ ചെയ്യുമ്പോൾ അവർ തന്നെ പറയും, ചേടാ പാപങ്ങൾ മോചിക്കാൻ ആർക്കാ കഴിവുള്ളത് അല്ലെങ്കിൽ അധികാരമുള്ളത്? അത് ദൈവത്തിനല്ലേ ഉള്ളൂ. ഇവനെങ്ങനെയാണ് ഈ പാപം മോചിക്കുന്നത്? അവരോട് പറഞ്ഞത്രേ ഉള്ളൂ, പറയാതെ പറഞ്ഞത്, മക്കളെ ഞാൻ തന്നെയാണ് പാപം മോചിക്കുന്നവൻ. സമറിയാക്കാരി സ്ത്രീയോടാണ് പിന്നെ വളരെ പ്ലെയിനായിട്ട് ഈശോ പറഞ്ഞു. അവൾക്ക് വലിയ ദൈവശാസ്ത്രമൊന്നും അറിയത്തില്ല. അപ്പോൾ അവിടെ ചെന്ന് വർത്തമാനം പറയുകയാണ്. ഉച്ചയ്ക്ക് അവൾ വെള്ളം കോരാൻ വരുന്നു, രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ മിശിഹായെക്കുറിച്ച് വർത്തമാനം വരുന്നു. അവസാനം അവൻ ആരാന്ന് ചോദിക്കുമ്പോൾ ഈശോ തന്നെ പറഞ്ഞു, നീ വർത്തമാനം പറയുന്നത് ഞാൻ തന്നെയാണ്. അത്രയും പ്ലെയിനായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല കാര്യമായിട്ട് ഈശോ. കാരണം അവളോട് അങ്ങനെയൊക്കെ പറയണമെങ്കിലേ അവൾക്ക് മനസ്സിലാവുകയുള്ളൂ. ബാക്കിയുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ സമറിയാക്കാരിക്ക് ഈ അത്ഭുതമൊന്നും മനസ്സിലാകുകയില്ല. സമറിയാക്കാരി യഹൂദയല്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ അത്ഭുതങ്ങളുടെ പിന്നിലുള്ള പശ്ചാത്തലം, ഇപ്പം രക്ഷകൻ വരുമ്പോൾ അപ്പത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകുമെന്നോ, രക്ഷകൻ വരുമ്പോൾ വീഞ്ഞിൻ്റെ സമൃദ്ധി ഉണ്ടാകുമെന്നോ, രക്ഷകൻ വരുമ്പോൾ ഇങ്ങനെ ജോർദാനിൽ പ്രത്യക്ഷപ്പെടുമെന്നോ, അല്ലെങ്കിൽ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുമെന്നോ, അങ്ങനെയുള്ള ചിന്തകളൊന്നും അവൾക്കില്ല. അതുകൊണ്ട് അവളോട് നേരിട്ട് പറയണം, ഞാൻ തന്നെയാണ്. അതുകൊണ്ട് അവൾ ഓടുകയാണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പരമ്പരയുണ്ട് സിനിമയുടെ, ദ ചോസൻ എന്നാണ് അതിൻ്റെ പേര്. ദ ചോസൻ മനോഹരമായ സിനിമയാണ്, നിങ്ങൾക്കൊന്ന് കാണുന്നതല്ല, ഇംഗ്ലീഷാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ്, അതുകൊണ്ട് മനസ്സിലാവുകയൊക്കെ ചെയ്യും. പക്ഷേ അതിൻ്റെ അവതരണ രീതി വളരെ മനോഹരമാണ്. അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ ഓരോ സംഭവത്തെ എടുത്തിട്ടാണ് അതങ്ങനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ സമറിയാക്കാരി സ്ത്രീയുമായിട്ട് ഈ ഈശോ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ രംഗമുണ്ട്. വളരെ ഭാവാത്മകമായിട്ട് രണ്ടുപേരും അത് അഭിനയിച്ചിട്ടുമുണ്ട്. അവസാനം അവൾ ഇങ്ങനെ ഓടുന്ന ഒരു രംഗമുണ്ട്. എല്ലാം കുടമെല്ലാം ഉപേക്ഷിച്ചിട്ട് ഓടുകയാണ് ഗ്രാമത്തിലേക്ക്. എന്തിനാണ് ഓടുന്നത്? ബാക്കിയുള്ളവരെല്ലാം ചെന്ന് പറയാനാണ്, ഞാൻ രക്ഷകനെ കണ്ടിരിക്കുന്നു പറയാൻ വേണ്ടിയിട്ട്, വരാനിരിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ഈ അത്ഭുതം ഒന്നും കാണാത്ത ഒരു സ്ത്രീക്ക് വാസ്തവത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി ഇത് ക്രിസ്തുവാണെന്ന്, അല്ലെങ്കിൽ രക്ഷകനാണ്. ഇപ്പോൾ ഈശോ പറഞ്ഞു ശരിയാണ്, ഞാൻ തന്നെയാണ്, എങ്കിൽ പോലും അത് അവൾ വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ചുമ്മാ ഒരുത്തും വഴിപോക്കം വന്നിട്ട് ഞാനെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല വിശ്വസിക്കാൻ. പക്ഷേ വിശ്വസിക്കാൻ തക്ക വിധത്തിലുള്ള ചില തെളിവുകൾ ഈശോ കൊടുത്തു. അവളോട് പറഞ്ഞു, നീ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. പറഞ്ഞു, എനിക്ക് ഭർത്താവൊന്നുമില്ല. ശരിയാ, ഭർത്താവൊന്നുമില്ല, പക്ഷേ 7 പേരുണ്ട്, ഇപ്പോഴത്തെ ഉള്ളവൻ നിൻ്റെ ഭർത്താവുമല്ല. ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേനും അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്തോ ഒരു കഴിവുണ്ട് എന്നുള്ളത്. അവൾ ഓടുകയാണ്. പിന്നീട് ഓടി ഗ്രാമത്തിൽ ചെന്ന് ആ ഗ്രാമവാസികളെല്ലാം വിളിച്ചുകൊണ്ട് വരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഗ്രാമവാസികൾ പറയുകയാണ്, അവരൊന്നും കണ്ടില്ല വാസ്തവത്തിൽ, ഇവളോട് പറഞ്ഞതും കേട്ടില്ല, ഈശോയുടെ ഒരു അത്ഭുതവും കണ്ടില്ല. പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു, ഇനി നിൻ്റെ ഉപദേശമൊന്നും ആവശ്യമില്ല, ഇനി നിൻ്റെ വാക്കൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞു ഇവനാണ് വരാനിരിക്കുന്ന രക്ഷകനെ എന്ന്. അപ്പോൾ ഈ അത്ഭുതങ്ങളെല്ലാം ഇവൻ രക്ഷകനാണ് എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. നിർഭാഗ്യവശാൽ അത് വിശ്വസിക്കേണ്ടിയിരുന്ന ഇസ്രായേൽക്കാർ, അന്നത്തെ വലിയ ഉപരിവർഗ്ഗക്കാർ കുറേ പേര് വിശ്വസിച്ചു. എല്ലാവർക്കും ഒന്നും അത് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ ഈ പാവപ്പെട്ട ഈ സമറിയാക്കാരി സ്ത്രീ, എല്ലാവരും പാപിനിയെന്ന് കരുതിയിരുന്നവൾ, 7 ഭർത്താക്കന്മാരല്ലെങ്കിലും ഭർത്താക്കന്മാരെന്ന് അവൾ വിളിച്ചിരുന്നവർ, അങ്ങനെയൊക്കെയുള്ള ഒരു പാപിനിയായ സ്ത്രീ, അവൾക്കാണ് ഏറ്റവും ആദ്യമായിട്ട് കർത്താവിനെ മനസ്സിലാക്കാൻ പറ്റിയത്. അതുപോലെ അവളുടെ ഗ്രാമവാസികൾ, ഇതൊന്നും കേൾക്കാത്തവർക്കും കർത്താവിനെ യഥാർത്ഥത്തിൽ രക്ഷകനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പക്ഷേ ഇന്നും നമുക്ക്
മുഴുവൻ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ മനസ്സിലേക്ക് മറ്റൊരുപാട് ചിന്തകൾ വന്നു കയറുകയാണ്. നമ്മളിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ചോദ്യങ്ങൾ ഉയരുന്നത് എന്തേ എന്ന് കർത്താവ് തന്നെ ചോദിക്കും. ശിഷ്യന്മാരുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ചോദ്യം ചെയ്താൽ ഒരു ഉത്തരവും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇവിടെ അവസാനം പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും. നിങ്ങൾ വിശ്വസിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് പരീക്ഷണശാലയിൽ നമുക്ക് കണ്ടെത്താവുന്ന കാര്യമല്ല. അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു സബ്മിഷനാണ്. നമ്മളിങ്ങനെ വിട്ടുകൊടുക്കുന്നതാണത്. ഇബ്രായ ലേഖനകാരൻ പറയുന്നത് ഈ കാണപ്പെടാത്തത് വിശ്വസിക്കുന്നത്, അതല്ലേ വിശ്വാസം എന്ന് പറയുന്നത്. കാണുന്ന വിശ്വസിക്കുന്നതിന് അർത്ഥമില്ലല്ലോ. അതൊരു വസ്തുത, ഒരു ഫാക്റ്റാണ്. നമുക്ക് കാണാം കണ്ണുകൊണ്ട്, അല്ലെ ചെവി കൊണ്ട് കേൾക്കാം. പക്ഷേ ഇതങ്ങനെയല്ല. വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് നമ്മുടെ മുമ്പിലൊന്നുമില്ല, കുറേ അടയാളങ്ങളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. ജീവൻ, ദൈവികമായ ആ ഒരു സാമീപ്യം, സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാൻ കഴിയുക ഇവനിലൂടെയാണ്. യഥാർത്ഥത്തിൽ ഈ ദൈവികമായ ജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കുക. കർത്താവ് തന്നെ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് വരുന്നില്ല. നടപടി പുസ്തകത്തിൽ പറയുന്ന 4:12 പറയുന്നത് എന്താണ്? ഈ സൂര്യന് താഴെ ആകാശത്തിന് കീഴെ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, ഈശോ എന്നുള്ള നാമമല്ലാതെ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, അവനിലൂടെ മാത്രമാണ് രക്ഷ എന്ന് കർത്താവ് നടപടി പുസ്തകം പറയും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ജീവൻ ഉണ്ടാകാൻ, ആ ജീവനിലൂടെയാണ് പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ പോകുന്നത്, നമ്മുടെ ശാരീരികമായ ജീവിതം നയിക്കാൻ പോകുന്നത്. ആത്മീയ മനുഷ്യരാവുക എന്നർത്ഥം. കേവലം ഈ പിശാച് പറഞ്ഞതുപോലെ ഈ ഭൂമിയിലുള്ള സകല സമ്പത്തും നമ്മൾ നേടി, എന്നിട്ട് നമ്മൾ യാതൊരു തരത്തിലുള്ള ആത്മീയതയും ഇല്ലാതെ പോകുമ്പോൾ നമ്മൾ ഈ ജീവൻ നേടിയിട്ടില്ല, നമുക്ക് ജീവൻ കിട്ടിയിട്ടില്ല, ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് കരഗതമായിട്ടില്ല എന്നർത്ഥം. പ്രിയമുള്ളവരെ, നമുക്ക് ഈ അത്ഭുതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയണം, അവനാണ് യഥാർത്ഥത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന രക്ഷകൻ, ദൈവപുത്രനായ മിശിഹ അവനാണെന്ന് വിശ്വസിക്കുകയും അങ്ങനെ നമുക്ക് ആ ദൈവികമായിട്ടുള്ള ബന്ധത്തിൽ നിരന്തരം ജീവിക്കാനായിട്ട് കഴിയുകയും ചെയ്യട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.